കുട്ടികളെ, ഇന്ന് നമുക്ക് SSLC എക്സാം മാർച്ച് 2025 ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിൽ ആദ്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. The first 15 minutes is cool off time. You may use the time to read the questions and plan the answer. ഓക്കെ, കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഏതൊക്കെ ആൻസേഴ്സ് ആണ് നമ്മൾ ഫസ്റ്റ് എഴുതണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. പിന്നെ റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ബിഫോർ ആൻസറിങ്. നന്നായി ശ്രദ്ധിച്ച് വായിക്കണം. Certain sections of the questions have choice. Follow the choice regulations. ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ളത് ചോയ്സ് നോക്കി മാത്രം എഴുതിയാൽ മതി. When you select a question, all its sub questions, if any, must be answered from the same question. അതായത് സബ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ ക്വസ്റ്റ്യൻസ് തന്നെ ആൻസർ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് കടക്കാം. ആദ്യത്തത് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 to 5. Read the excerpt from Vanka and answer the questions that follow. ഇത് വാങ്കയുടെ ലെസണിൽ നിന്ന് ഒരു പാരഗ്രാഫ് തന്നിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് വാങ്കാസ് റിക്വസ്റ്റ് ടു ഹിസ് ഗ്രാൻഡ് ഡാഡ്? അപ്പൊ അതിന്റെ ചോദ്യത്തിന് ആൻസർ എന്താണ്? വാങ്ക എന്താണ് ചോദിക്കുന്നതെന്ന് ഗ്രാൻഡ് ഡാഡ് അടുത്ത് എന്താണ് റിക്വസ്റ്റ് ചോദിച്ചിട്ടുള്ളത്? അപ്പൊ അതിന്റെ ആൻസർ, ഡിയർ ഗ്രാൻഡ് ഡാഡ്, ഫോർ ഗോഡ്സ് സേക്ക് ടേക്ക് മീ അവേ ഫ്രം ഹിയർ എന്നാണ് അവൻ റിക്വസ്റ്റ് ചെയ്യണത്. അവനെ ആ പറയുന്ന സ്ഥലത്തിൽ നിന്ന് അവനെ കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഡിയർ ഗ്രാൻഡ് ഡാഡ്, ഫോർ ദ ഡിയർ ലോർഡ്സ് സേക്ക് ടേക്ക് മീ അവേ ഫ്രം ഹിയർ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഈസ് വാങ്ക അൺഏബിൾ ടു എസ്കേപ്പ് ഫ്രം ദ ഷൂ മേക്കേഴ്സ് ഹൗസ്? എന്തുകൊണ്ടാണ് വാങ്ക ഷൂ മേക്കർ ഹൗസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എന്താ വെച്ചാല്, ഹീ കുഡ് നോട്ട് റൺ അവേ ഓൺ ഫുട്ട് ടു ദ വില്ലേജ് ബിക്കോസ് ഹീ ഹാഡ് നോ ബൂട്ട്സ് ആൻഡ് ഹീ ഈസ് ഓൾസോ അഫ്രൈഡ് ഓഫ് ഫ്രോസ്റ്റ് എന്നാണ് അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, പിന്നെ മൂന്നാമത്തത്, വാട്ട് ഈസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ഷൂ മേക്കർ ടുവേർഡ്സ് വാങ്ക? ഇതില് എ ഓപ്ഷൻ ക്രൂവൽ ആൻഡ് ടോർച്ചറസ്, ബി കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ്, സി വന്നിട്ട് എംപത്തറ്റിക് ആൻഡ് ലവിങ്, ഡി വന്നിട്ട് ഇൻഡിഫറൻറ്റ് ആൻഡ് അൺസെന്റിമെന്റൽ. ഇതിൽ കറക്റ്റായ ആൻസർ വരുന്നത് എ ആണ്, ഓപ്ഷൻ എ ആണ്, ക്രൂവൽ ആൻഡ് ടോർച്ചറസ്. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, how does Vanka's statement, dear granddad, I can't stand it, it is killing me, reflect his emotional state? അതായത് ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവന്റെ മനസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? സങ്കടമായിരുന്നോ അല്ല ഹാപ്പി ആയിരുന്നോ? സോ അതിന്റെ ആൻസർ എന്താ വെച്ചാല്, ഇറ്റ് ഷോസ്, ദ സ്റ്റേറ്റ്മെന്റ് ഷോസ് വാങ്കാസ് പെയിൻ ആൻഡ് സഫറിങ് ഇൻ ഷൂ മേക്കേഴ്സ് ഹൗസ്. അതാണ് ആൻസർ. പിന്നെ അഞ്ചാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ടു മേക്ക് എ സഡൻ സ്മോൾ മൂവ്മെന്റ് വിത്ത് എ പാർട്ട് ഓഫ് ദ ബോഡി എന്ന് പറയുന്നതിന്റെ ആ വേർഡിന്റെ ആ മീനിങ് വരുന്ന വേർഡ് നമ്മുടെ പാസേജിൽ ട്വിച്ച് എന്ന് പറയുന്നതാണ് കേട്ടോ. ട്വിച്ച് എന്ന് പറയുന്നതാണ് കറക്റ്റായ ആൻസർ. ഇനി അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 to 9. Read the lines from Blowing in the Wind and answer the questions that follow. Okay, sixth question, what does sky stand for? Sky stands for freedom. അതാണ് ആൻസർ. പിന്നെ seventh one, what does the line, the answer my friend is blowing in the wind suggest? അതിന്റെ ആ പറയുന്ന ഫ്രേസിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താ വെച്ചാല്, ആൻസർ ഈസ് എവ്രിവെയർ എന്നാണ് ആൻസർ ആയിട്ട് വരിക അതിന്റെ. ഓക്കെ, പിന്നെ എട്ടാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ ഹീ ഇൻ ദ ലൈൻ? ബിഫോർ ഹീ ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ റെഫർ ടു. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ വന്നിട്ട് എ സെലിബ്രിറ്റി, ഓപ്ഷൻ ബി വന്നിട്ട് എ ഫിക്ഷണൽ ക്യാരക്ടർ, ഓപ്ഷൻ സി വന്നിട്ട് ഹ്യൂമാനിറ്റി ഓർ ലീഡേഴ്സ് ഇൻ ജനറൽ, ഡി വന്നിട്ട് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരിക, ഹ്യൂമാനിറ്റി ഓർ ലീഡേഴ്സ് ഇൻ ജനറൽ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് നയൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഡു വി കോൾ ദ ക്വസ്റ്റ്യൻസ് യൂസ്ഡ് ഹിയർ വിച്ച് ഡു നോട്ട് ഡിമാൻഡ് എ സ്പെസിഫിക് ആൻസർ? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ എന്നാണ് പറയുക. റെറ്ററിക്കൽ എന്നാണ് പറയുക. കാരണം റെറ്ററിക്കൽ പോയത്തില് ചോദ്യം വരുന്ന
ലൈൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ റെറ്ററിക്കൽ എന്നാണ് പറയുക. സോ ആൻസർ ഇസ് റെറ്ററിക്കൽ. പിന്നെ 10ാമത്തെ ചോദ്യം എന്താ വെച്ചാൽ റീഡ് ദ ലൈൻസ് ഫ്രം പോയട്രി ആൻഡ് പ്രിപ്പയർ ആൻഡ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഫോക്കസിങ് ഓൺ ദ തീം, ഇമേജറി ആൻഡ് പോയറ്റിക് ഡിവൈസസ്. അതായത് പോയട്രി എന്ന് പറയുന്ന കവിതയുടെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ, അതായത് ആസ്വാദനക്കുറിപ്പാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ. കവിതയെക്കുറിച്ചും കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറീസ് എന്താണ്, പോയറ്റിക് ഡിവൈസസ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? ദ പോയം പോയട്രി ഈസ് റിട്ടൺ ബൈ ദ ഫേമസ് പോയറ്റ് പാബ്ലോ നെറൂഡ. The theme of the poem is about the art of writing poetry. പിന്നെ പോയറ്റ് പറയുന്നത് എന്താ വെച്ചാൽ the feelings he is sharing of how he started to write poetry. What are all the feelings came when he started writing poetry എന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതില് പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുമ്പോൾ പേഴ്സോണിഫിക്കേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ പോയറ്റിക് ഡിവൈസസ് അങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തത് ക്വസ്റ്റ്യൻ 11 to 15 പറയുന്നത് ഒരു അൺനോൺ പാസേജ് ആണ്. അത് പുറമേ നിന്ന് വന്ന പാസേജിനോട് ചോദിക്കുകയാണ്. ആ പാസേജ് പറയുന്നത് എന്താ വെച്ചാ ഒരു യങ് മാൻ അയാള് കുറെ മെഡിറ്റേഷനും ഇതൊക്കെ ചെയ്തു സമാധാനത്തിന് വേണ്ടി. പക്ഷെ അയാൾക്ക് സമാധാനവും കിട്ടണില്ല, ആൻസേഴ്സ് ഒന്നും കിട്ടണില്ല. അപ്പൊ അയാൾ എന്ത് വിചാരിച്ചു? ഹി ഡിസൈഡഡ് ടു ഗോ ടു ആൻ ഓൾഡ് മാസ്റ്റർ who was residing in a remote mountain. Okay, അവിടെ പോയി അയാളുടെ അടുത്ത് ചോദിച്ചപ്പോ he took him to a lake. ലേക്കിൽ പോയിട്ട് അവിടുന്ന് ഒരു കല്ല് ഇട്ടു ലേക്കില് കല്ല് ഇട്ടപ്പോ വെള്ളം അങ്ങോട്ട് കുറേ റിപ്പിൾസ് ഫോം ആയി. റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, നമ്മൾ ശാന്തമായി ഇരിക്കുന്ന വെള്ളത്തിൽ നമ്മൾ കല്ലിട്ടാൽ ഇങ്ങനെ സർക്കിളായി വരില്ലേ, അതിനാണ് റിപ്പിൾസ് നമ്മൾ പറയും. അപ്പൊ അങ്ങനെ റിപ്പിൾസ് ഫോം ആയി. അപ്പൊ റിപ്പിൾസ് ഫോം ആയി സ്റ്റോണ് താഴേക്കും പോയി. കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി? വെള്ളം അങ്ങനെ ശാന്തമായി. അപ്പോ നമ്മുടെ ഓൾഡ് മാസ്റ്റർ മറ്റേ യങ് മാൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ്, വാട്ട് ഈസ് ദ ലെസൺ യു ഗോട്ട് ഫ്രം ദിസ് എന്ന് ചോദിച്ചപ്പോ യങ് മാൻ പറയാണ്, ആദ്യം കല്ലിട്ടപ്പോ വെള്ളം ഒക്കെ റിപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ റിപ്പിൾസ് ഒക്കെ പോയി കഴിഞ്ഞിട്ട് വെള്ളം അങ്ങോട്ട് ശാന്തമായി. സോ അപ്പോ മാസ്റ്റർ പറയാണ്, നമ്മുടെ മൈൻഡും നമ്മുടെ വാട്ടർ പോലെയാണ്. നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളും നമ്മുടെ തോട്ട്സും ഒക്കെയാണ് റിപ്പിൾസ് ആയിട്ട് അതിൽ ഫോം ആവുന്നത്. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? നമ്മൾ അതൊന്നും ഒരുപാട് ചിന്തിക്കാതിരുന്നാൽ നമ്മുടെ മനസ്സ് ശാന്തമാവും. അതിനെ കുറിച്ചാണ് ആ പാസേജ്. ഓക്കെ, സോ ആ പാസേജിൽ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്പർ 11, whose advice did the young man decide to take? The young man decided to take the advice of an old master who lived alone on a remote mountain. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 11ന്റെ ആൻസർ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 12 ആൻസർ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വാട്ട് ഡിഡ് ദ മാസ്റ്റർ യൂസ് ടു എക്സ്പ്ലെയിൻ ദ യങ് മാൻസ് മൈൻഡ്? ഓപ്ഷൻ എ, a tree swaying in the wind, a lake disturbed by ripples, C, a bird flying in the sky, D, a mountain standing still. ഈ ഓപ്ഷനിൽ കറക്റ്റായ ഓപ്ഷൻ വരുന്നത് ബി ആണ്, എ ലേക്ക് ഡിസ്റ്റർബ്ഡ് ബൈ റിപ്പിൾസ്. ഓക്കെ, അടുത്തത് 13th വൺ. What was the young man's mistake in his pursuit of peace? That is, option A, he was meditating a lot. B, he avoided seeking guidance from others. C, he was focusing too much on disturbances. D, he was spending too much time in nature. ഇതില് ഓപ്ഷൻ കറക്റ്റായ ഓപ്ഷൻ എന്താന്ന് വെച്ചാല് സി ആണ്. He was focusing too much on disturbances. Okay, ഇനി അടുത്തത് 14. What lesson does the master teach the young man? അതായത് മാസ്റ്റർ എന്താണ് ലെസൺ ടീച്ച് ചെയ്തത്? ദാറ്റ് ഈസ്, ഡു നോട്ട് തിങ്ക്
too much on the disturbances that disturbs you. ഇതാണ് കറക്റ്റായ ആൻസർ. Okay, 15th one. In what state of mind did the young man return after meeting the master? Okay, so the young man was very happy and he was ready to live with a calmer heart. അതാണ് ആൻസർ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ 16 to 17 ഡിസ്കോഴ്സ് ആണ്. ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ അബൌട്ട് 120 വേർഡ്സ്. അതായത് 16th ചോദ്യം എന്താ വെച്ചാൽ റിവ്യൂ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് എ റിവ്യൂ ഓഫ് ദ പ്ലേ ഫോക്കസിങ് ഓൺ ദ തീം, ക്യാരക്ടറൈസേഷൻ ആൻഡ് പ്ലോട്ട് സ്ട്രക്ചർ. നെവർ നെവർ നെസ്റ്റ് പ്ലേന്റെ തീമും ക്യാരക്ടറൈസേഷൻ പ്ലോട്ട് കൺസ്ട്രക്ഷൻ വെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിൻസ് വെച്ചിട്ട് നമ്മൾ അതിലുള്ള കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യാം. ഓക്കെ, അതിൽ 16 അല്ലെങ്കിൽ 17 ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? 17ാമത്തത് റൈറ്റപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. എന്താണ്? കമ്പാഷൻ ആൻഡ് സപ്പോർട്ട് ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ് ഇൻ വൺസ് ലൈഫ് റിഫ്ലക്റ്റിംഗ് ഓൺ ദ സ്റ്റോറി. ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ 18 to 20 ആൻസർ എനി ടു. അതില് ഡയറി എൻട്രി ഒന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടെയാണ്? ദ വിസിറ്റ് ഓഫ് ഫിഡേസ് ഹൗസ് ഓൾട്ടേഴ്സ് അഡിച്ചീസ് പെർസെപ്ഷൻ ഓഫ് ഹിസ് ഫാമിലി. ഷീ ജോട്ട് ഡൗൺസ് എ ഫീലിംഗ് ഇൻ എ ഡയറി ആഫ്റ്റർ ദ വിസിറ്റ്. അതായത് എന്തായാലും ഷീ ഈസ് റൈറ്റിംഗ് ഹർ ഫീലിങ്സ് ആസ് എ ഡയറി വെൻ ഷീ വിസിറ്റഡ് ഫിഡേസ് ഹൗസ്. ഓക്കെ, പിന്നെ 19ാമത്തത് നോട്ടീസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് ദ തിയേറ്റർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു ഡ്രമറ്റൈസ് ദ സ്റ്റോറി. അതായത് സ്റ്റോറി ഡ്രമറ്റൈസ് ചെയ്യാണ് ഏത് ദ കാസ്റ്റവേ എന്ന് പറയുന്നത്. സോ ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹെഡിങ് എന്താ കൊടുക്കേണ്ടത്? നോട്ടീസ്. പിന്നെ ABC സ്കൂളിൽ നിന്ന് കൊടുക്കാം. പിന്നെ ഡ്രമറ്റൈസേഷൻ ഓഫ് ദ സ്റ്റോറി കാസ്റ്റവേ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത് എന്താണ്? ദ തിയേറ്റർ ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു ഡ്രമറ്റൈസ് ദ സ്റ്റോറി ദ കാസ്റ്റവേ വിച്ച് എക്സ്പ്ലോർസ് തീം ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് അബാൻഡൻമെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, പിന്നെ ആരെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട് ഫേവററ്റ് ആയ ആളുണ്ടെങ്കിൽ അവരുടെ പേര് എഴുതണം. അല്ലെങ്കിൽ നമുക്ക് തന്നെ എഴുതാം. എന്താണ്? HM വിൽ ബി ഇനോഗ്രേറ്റിംഗ് ദ സ്റ്റേജ് പ്ലേ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഓൾ ആർ വെൽക്കം എന്ന് എഴുതണം. പ്രോഗ്രാം ഡീറ്റെയിൽസിൽ പ്രെയർ, വെൽക്കം സ്പീച്ച്, പിന്നെ ഡ്രമറ്റൈസേഷൻ ഓഫ് ദ സ്റ്റോറി കാസ്റ്റവേ എന്ന് എഴുതണം. പിന്നെ വോട്ട് ഓഫ് താങ്ക്സ്. ഇത്രയും കാര്യങ്ങൾ എഴുതുക. ഓക്കെ, അതാണ് നമ്മുടെ 19th ക്വസ്റ്റ്യൻ്റെ. പിന്നെ 20th റീഡ് ദ എക്സ്ട്രാക്ട് ഗിവൻ ബിലോ ആൻഡ് പ്രിപ്പയർ 5 questions ബേസ്ഡ് ഓൺ ഇറ്റ്. 5 questions തയ്യാറാക്കാനാണ് പറഞ്ഞത്. അതായത് ഹൂ, വിച്ച്, വെൻ വെച്ചിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ചോദിക്കാം. ഹൂ ബ്രോട്ട് ദ ടൈഗർ ടു തുൻഗ്രാം എന്ന് നമുക്ക് ചോദിക്കാം. ഇതൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ 5 questions നമുക്ക് എഴുതാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21 to 24 ആണ്. ആൻസർ എനി ടു ഓഫ് ദ ഫോളോയിങ്. അപ്പൊ അതില് 21 ക്യാരക്ടർ സ്കെച്ച് ആണ്. 21ാമത്തെ ചോദ്യം ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാർത്തയാണ്. നമുക്കറിയാലോ മാർത്തയുടെ ഫിസിക്കൽ അപ്പിയറൻസും മാർത്തയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെ കുറിച്ച് എഴുതുന്നത്. അതായത് മാർത്ത ഷീ ഈസ് ലീൻ ലൈക്ക് ബീൻ പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ, അത് എഴുതാം. പിന്നെ ഷീ ഈസ് ഗുഡ് ഇൻ സ്റ്റഡീസ് ആൻഡ് ഷീ റിയലി വർക്ക്ഡ് ഹാർഡ് ടു ഗെറ്റ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആൻഡ് ഷീ ഹാസ് ഫേസ്ഡ് ചാലഞ്ചസ് ഇൻ ബിറ്റ്വീൻ ടു ഗെറ്റ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അതൊക്കെ എഴുതുന്നതാണ് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ആയിട്ട് എഴുതാം മാർത്തയുടെ. ഓക്കെ, 21st. പിന്നെ 22nd The Snake in the Mirror is a humorous and thrilling tale that talks about the homeopath's encounter with a snake. Narrate the series of events highlighting his reaction. അതായത് നമുക്ക് നറേറ്റ് ചെയ്യാം. ലൈക്ക് നമ്മൾ സ്റ്റോറി നറേറ്റ് ചെയ്യണ പോലെ സ്നേക്ക് ഇൻ ദ മിററില് ഡോക്ടറുടെ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ഉണ്ടായത് when he faced the snake that has coiled in his hand.
അപ്പോൾ അതിന്റെ അയാളുടെ എക്സ്പീരിയൻസസ് ആണ് നമുക്ക് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ. പിന്നെ 23 ആണ്. ദ യൂസ് ഓഫ് എ ഡ്വാർഫ് ആസ് എ സ്റ്റാൻഡ് ഇൻ ഫോർ എ ഡോഗ് ഇൻ ഹോളിവുഡ് പസിൽഡ് റേ. ദ ഇൻസിഡന്റ് അട്രാക്റ്റഡ് മീഡിയ അറ്റൻഷൻ. പ്രിപ്പയർ ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. ഇപ്പൊ നമ്മൾ ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ ഒരു ഹെഡിങ് നല്ല ക്യാച്ചി ആയിട്ടുള്ള ഹെഡ്ലൈൻ വേണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ക്യാച്ചി ആയിട്ട് സ്റ്റാൻഡ് ഇൻ ആസ് എ സ്റ്റാൻഡ് ഇൻ ഫോർ എ ഡോഗ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. പിന്നെ ചേഞ്ച് ഇൻ ഹോളിവുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. അങ്ങനെ ക്യാച്ചി ആയിട്ട് ഹെഡ്ലൈൻ കൊടുക്കാം. പിന്നെ പ്ലേസ് മെൻഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഹാപ്പൻ, എങ്ങനെയാണ്, എന്താ കണ്ടത്, ദ ഇൻസിഡന്റ് അട്രാക്റ്റഡ് എന്താണത് എന്ന് പറഞ്ഞിട്ട് നമുക്കത് നറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 24th ചോദിച്ചിരിക്കുന്നത് on July 28th, Nature Conservation Day, you are asked to deliver a speech in the school assembly on the topic diversity and harmony in nature. In the light of your reading of Adventures in a Banyan Tree, prepare the text ഓഫ് ദ ലൈക്ലി സ്പീച്ച്. അതായത് സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ എന്താ പറയാ, ഗുഡ് മോർണിംഗ് എവറിബഡി, ടുഡേ ഐ എം ഹിയർ ടു ഡെലിവർ എ ഫ്യൂ പോയിന്റ്സ് അബൌട്ട് നേച്ചർ കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ട്, സിൻസ് വി ഓൾ നോ ദാറ്റ് ജൂലൈ 28th is celebrated as Nature Conservation Day, we should all save nature, we should not cut trees. അങ്ങനെ കുറെ പോയിന്റ്സ് നമുക്ക് എഴുതാം. സോ അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 21 to 24 ഏതെങ്കിലും രണ്ടെണ്ണം ചോയ്സ് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് 25th ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് യൂസിങ് ദ ഡീറ്റെയിൽസ് ഗിവൻ ബിലോ. ഇതിൽ ആദ്യമായിട്ട് തന്നിരിക്കുന്നത് എന്താ, അവരുടെ പേരാണ്, ഫുൾ നെയിം ജെയിംസ് മെഴ്സർ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. സോ അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതും, പ്രൊഫൈൽ. ഇങ്ങനെ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഹെഡിങ് എഴുതും പ്രൊഫൈൽ ഓഫ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് എന്ന് പറഞ്ഞ് എഴുതും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെന്റൻസ് ആയി എഴുതുന്നത് എങ്ങനെ എഴുതും, ആദ്യത്തെ സെന്റൻസ് ജെയിംസ് മെഴ്സർ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് was born on February 1st, 1902 in Missouri in US എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നതാണ്. ഓക്കെ, ബർത്തിനെ പറഞ്ഞ് എഴുതുമ്പോൾ. പിന്നെ അടുത്തത് ഫേമസ് ആസ്, ഹി ഈസ് ഫേമസ് ആസ് പോയറ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ്, നോവലിസ്റ്റ് ആൻഡ് പ്ലേ റൈറ്റ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിന് നമ്മൾ എങ്ങനെ എഴുതും, ലൈൻസ് എഡ്യൂക്കേഷൻ ആണ്. സോ ഹി സ്റ്റഡീഡ് അറ്റ് ലിങ്കൺ യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റോ, നോട്ടബിൾ വർക്ക്സ്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ഡ്രീം വേരിയേഷൻ, ഫൈൻ ക്ലോത്ത്സ് ടു ദ ജൂ, ഹാർലെം ആൻഡ് നോട്ട് വിത്തൗട്ട് ലാഫ്റ്റർ എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ സെന്റൻസ് എഴുതാം. പിന്നെ അസോസിയേറ്റഡ് മൂവ്മെന്റ്, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഹി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹാർലെം റിനൈസൻസ് എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ അടുത്ത പോയിന്റ് അവാർഡ്സ് ആണ്. ഹി ഗോട്ട് അവാർഡ്സ് ലൈക്ക് വിറ്റർ ബൈനർ അണ്ടർ ഗ്രാജുവേറ്റ് പോയട്രി പ്രൈസ് എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ ലാസ്റ്റ് എന്താ എഴുതുന്നത്, ഡെത്ത് ആണ്. ഹി ഡൈഡ് ഓൺ May 22nd, 1967 ഇൻ ന്യൂയോർക്ക് എന്ന് പറഞ്ഞ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊഫൈലിൽ എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ 26 to 30th പറയുന്നത്, റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അതായത് ഹെഡ്ലൈൻസ് ആണ് തന്നിരിക്കുന്നത്, ഹെഡ്ലൈൻസ് നോക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിന് ആൻസർ ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോ 26th ചോദ്യം എന്താണ്, വിച്ച് ടു കൺട്രീസ് എൻഗേജ് ഇൻ എ ഡയലോഗ് ഓൺ ഫോറിൻ അഫയേഴ്സ്. ഫോറിൻ അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്രത്തിന്റെ ഇതാണ്, ന്യൂസുകൾ ഇതൊക്കെയാണ്. അപ്പൊ ഇതില് ചോദ്യം തന്നിരിക്കുന്നതില് ഹെഡ്ലൈൻസ് എന്താണ്, ഇന്ത്യ ആൻഡ് ജർമ്മനി ടു ഹോൾഡ് സ്ട്രാറ്റജിക് ഫോറിൻ പോളിസി ഡയലോഗ് എന്ന് പറയുന്ന ഹെഡ്ലൈൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ 26th. ഇനി അടുത്തത് 27th, ദ ഹെഡ്ലൈൻ ദാറ്റ് ടോക്സ് അബൌട്ട് ആൻഡ് ഇന്ത്യസ് വിക്ടറി ഇൻ ഗ്ലോബൽ സ്പോർട്സ് അരീന ഈസ്.
അതായത് സ്പോർട്സിന്റെ ഫീൽഡിൽ എന്താണ് ഹെഡ്ലൈൻസ് ഇന്ത്യക്ക് ഫേമസ് ആയത്? അപ്പോ ഡി ഗുഗേഷ് ക്രൗണ്ട് വേൾഡ് ചെസ് ചാമ്പ്യൻ. ഇതാണ് കറക്റ്റായ ആൻസർ 27th. 28th എന്താണ്? ദോസ് ഹൂ വിഷ് ഫോർ എ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻസ് വിത്ത് വൈൽഡ് ലൈഫ് മൈറ്റ് ബി ഡിസ്റ്റർബ്ഡ് ബൈ ദ ന്യൂസ്. അതായത് കോ എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ വിത്ത് വൈൽഡ് ലൈഫ്, വൈൽഡ് ലൈഫിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് എന്താണ് ഇതിൽ തന്നിരിക്കുന്നത്? കേരള വിറ്റ്നസസ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് അക്രോസ് 1004 ഏരിയാസ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, പിന്നെ 29th, വിച്ച് ഹെഡ്ലൈൻ മോൺസ് ദ ഡെത്ത്? മോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കടം ആചരിക്കുന്നത് അല്ലെ, ദുഃഖാചരണം. വിച്ച് ഹെഡ്ലൈൻ മോൺസ് ദ ഡെത്ത് ഓഫ് എ ലെജൻഡറി തബ്ല പ്ലെയർ? തബ്ല മാസ്ട്രോ സാക്കിർ ഹുസൈൻ പാസസ് അവേ. ഈ ഹെഡ്ലൈൻസ് ആണ് കറക്റ്റായ ആൻസർ. പിന്നെ അടുത്തത് 30th, the headline that talks about an extreme weather event. വെതറിനെ കുറിച്ചിട്ടുള്ള, കാലാവസ്ഥയെ കുറിച്ചിട്ടുള്ള ഹെഡ്ലൈൻസ് എന്താണ്? അതായത് സൈക്ലോൺ ഫെങ്കൽ റെക്സ് ഹാവക് ഇൻ പുതുച്ചേരി ആൻഡ് തമിഴ്നാട്. ഇതാണ് കറക്റ്റായ ആൻസർ. സൈക്ലോൺ ഫെങ്കൽ റെക്സ് ഹാവക് ഇൻ പുതുച്ചേരി ആൻഡ് തമിഴ്നാട്. ഹാവക് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നാശങ്ങൾ നമ്മൾ പറയില്ലേ, അതാണ്. ഓക്കെ, ഇനി അടുത്തത് 31st ക്വസ്റ്റ്യൻ. റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗ്. അതായത് ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. പ്രൊഡ്യൂസറും റേ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പ്രൊഡ്യൂസർ, വെൻ ഡു യു പ്ലാൻ ടു റീഷൂട്ട് ദ സീൻസ് അറ്റ് ബോറൽ? ഇത് ഡയറക്റ്റ് സ്പീച്ച് ആണ്. നമ്മൾ ഇതിനെ ഇൻഡയറക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എഴുതേണ്ട ആൻസർ എന്താ വെച്ചാൽ, പ്രൊഡ്യൂസർ ആസ്ക്ഡ് റേ when he planned to reshoot the scenes at Boral. ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്തത് റേന്റെ കോൺവെർസേഷൻ എന്താ? റേ, ഐ പ്ലാൻ ടു റീഷൂട്ട് ദ സീൻസ് ടുമോറോ. ഇത് ഡയറക്റ്റ് സ്പീച്ചിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ റേ റിപ്ലൈഡ് ദാറ്റ് he planned to reshoot the scenes the next day എന്നാണ് കറക്റ്റായ ആൻസർ. ഓക്കെ, 32ല് എഡിറ്റ് ദ പാസേജ് ഗിവൻ ബിലോ. ദ എറേഴ്സ് ആർ ഗിവൻ ഇൻ ബോൾഡ്. അതായത് എറർ ഒക്കെ ബോൾഡ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, കറുപ്പിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഗ്രാൻഡ് ഫാദർ ഇൻ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് മേക്സ് അസ് എ. ചോദ്യം എന്റെ റിയലൈസ്ഡ് എന്നാണ് തന്നിരിക്കുന്നത്. അതിന്റെ കറക്റ്റ് ആൻസർ റിയലൈസ് എന്നാണ്. ഓക്കെ, അവിടെ ഇ ഡി ചേർക്കണ്ട, എസും ചേർക്കണ്ട, റിയലൈസ് എന്ന് മാത്രം മതി. ദാറ്റ് ദർ. ഓക്കെ, ബിയില് ഈസ് എന്നാണ് തന്നിരിക്കുന്നത്. കറക്റ്റ് ആൻസർ വരുന്നത് ആറാണ്. കാരണം അവിടെ വരാൻ കാരണം അടുത്ത ലൈൻ നോക്കൂ, അടുത്ത വേർഡ് നോക്കൂ, സർട്ടൻ തിങ്സ് എന്നാണ്, ഒന്നിൽ കൂടുതലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ആറാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സർട്ടൻ തിങ്സ് ഇൻ ലൈഫ്. സിന്റെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് വാട്ട് എന്നാണ്. കറക്റ്റായ ആൻസർ വിച്ച് എന്നാണ്. വിച്ചും ആവാം, ദാറ്റ് എന്നും ആവാം. ഓക്കെ, വിച്ച് മണി കനോട്ട് ബൈ. ഹിസ് വേർഡ്സ് സെർവ് ആസ്. എ ആണ് തന്നിരിക്കുന്നത്. ഡിന്റെ ഓപ്ഷൻ എ ആണ് തന്നിരിക്കുന്നത്. പക്ഷെ കറക്റ്റ് ആൻസർ ആൻ ഐ ഓപ്പണർ ടു ദ പ്രിൻസിപ്പൽ ഹു റിസർവ്സ് ദ ബോർഡ്സ് ഡിസിഷൻ ആൻഡ് അവാർഡ്സ് ദ ജാക്കറ്റ് ടു മാർത്ത. ഇനി 33ാമത്തെ ചോദ്യം. Complete the following passage using the appropriate forms of the phrasal verbs given in the brackets. Phrasal verb ആണ് അടുത്തത്. As Kiran unlocked the box of Neelkant to place her surprise gift, the lid suddenly. ഇതില് നമുക്ക് താഴെ ബ്രാക്കറ്റ്സിൽ കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. റൺ ത്രൂ, റൺ അവേ, മേക്ക് ഔട്ട്, സ്പ്രിങ് അപ്പ്, ടേക്കൺ എ ബാക്ക്. ഇതെന്ന് കറക്റ്റായ
ഫ്രേസൽ വേർബ് ഏതാണോ എന്റെ അതെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ സ്പ്രിങ് അപ്പ് എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ കറക്റ്റായ ഇത് ടെൻസ് ചേഞ്ച് ചെയ്യണം. അവിടെ സ്പ്രിങ് അപ്പ് എന്ന് വരില്ല, സ്പ്രാങ് അപ്പ് എന്നാണ് അവിടെ കറക്റ്റായ ആൻസർ. സ്പ്രാങ് അപ്പ്. ഓക്കെ. സ്പില്ലിംഗ് ഔട്ട് എ ജംബിൾ ഓഫ് petty things. In order to place her gift, she began to pull out everything. Then she was B. ബിയുടെ ആൻസർ എന്താ വെച്ചാ ടേക്കൺ അബാക്ക്. ടേക്കൺ അബാക്ക് എന്ന് പറഞ്ഞാൽ അവൾ ആകെ ഷോക്ഡ് ആയി. അതൊക്കെ കണ്ടപ്പോ കുറെ തിങ്സ് ഒക്കെ അതിൽ നിന്ന് കണ്ടപ്പോ, ഒരു സാധനം കണ്ടപ്പോ അവൾക്ക് ഭയങ്കര ഷോക്ഡ് ആയി എന്നാണ്. ടു സീ, അപ്പൊ ബീന്റെ ആൻസർ ടേക്കൺ അബാക്ക് ആണ്. ടു സീ ദ മിസ്സിംഗ് ഇങ്ക് സ്റ്റാൻഡ് ഹിഡൻ അണ്ടർ എ ലെയർ ഓഫ് ലെനിൻ. ഷീ കുഡന്റ്. സീന്റെ ആൻസർ മേക്ക് ഔട്ട്. അവൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മേക്ക് ഔട്ട് ആണ് സീന്റെ ആൻസർ. വാട്ട് ഹാഡ് പ്രോംപ്റ്റഡ് ഹിം ടു സ്റ്റീൽ ഇറ്റ്. വാച്ചിങ് ഫ്രം ബിഹൈൻഡ് നീൽകാന്ത്. ഇതിന് റൺ ത്രൂ എന്നാണ്. റാൻ ത്രൂ. ഡീന്റെ ആൻസർ റാൻ. റാൻ ത്രൂ ഇമീഡിയറ്റ്ലി. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്തത് 34. Fill in the blanks using the words given in the bracket. Bracket prepositions ആണ് തന്നിരിക്കുന്നത്. The, and, who, on എന്നൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റായ പ്രിപ്പോസിഷൻ എടുത്ത് എഴുതേണ്ടതാണ്. ഓക്കെ. 9-year-old Vanka Zukov. എന് കറക്റ്റായ ആൻസർ who had been apprenticed 3 months ago to Alyakin. The shoemaker. ബീന്റെ ആൻസർ the ആണ്. Did not go to bed. സീന്റെ ആൻസർ on Christmas Eve. He waited until his master mistress. Dയുടെ ആൻസർ and ആണ്. And the senior apprentices who had gone to church. Then he began to write a letter to his grandfather. അടുത്തത് 35. Complete the conversation between Ali and junk collector suitably. Conversation തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ. അലി ഫസ്റ്റ് ഡയലോഗ്. ഗുഡ് മോർണിംഗ് സർ. യു കളക്ട് ജങ്ക് ഫ്രം ദ ഷോപ്സ് അറൌണ്ട് ഹിയർ. എ എന്ന് പറഞ്ഞ് ഡാഷ് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? WH ക്വസ്റ്റ്യൻസ് വരില്ല. അവിടെ എന്താ വരിക? നമ്മള് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഇവിടെ ഹെൽപ്പിംഗ് വേർബ് ഒന്നും തന്നിട്ടില്ല. ഈസോ ആറോ വാസോ ഒന്നും തന്നിട്ടില്ല. അപ്പോ യു കളക്ട് ജങ്ക് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ കളക്ട് എന്ന് പറയുമ്പോ എന്താണ്? വേർബ് പ്രസന്റ് ടെൻസിലാണ് ഉള്ളത്. അപ്പോ പിന്നെ സെന്റൻസും പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്താ ഉപയോഗിക്കുക? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പോ ഡോണ്ട് യു എന്നാണ് അതിന്റെ കറക്റ്റായ ആൻസർ. ഡോണ്ട് യു. ഓക്കെ. പിന്നെ അടുത്ത ഡയലോഗ്. ദ ജങ്ക് കളക്ടർ. യെസ് എന്ന് പറഞ്ഞിട്ട് ബി എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ നമുക്ക് ഇതിൽ WH ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം. വാട്ട് ആർ യു സെർച്ചിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിച്ചാലും കറക്റ്റ് ആൻസർ ആണ്. അപ്പോ അലിയുടെ ആൻസർ എന്താണ്? I have come searching for my sister's shoes. I left them at Akbar Aka's shop എന്ന് പറഞ്ഞിട്ട് അവിടെ വീണ്ടും സി എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിരിക്കുകയാണ്. ഓക്കെ. അപ്പോ സീന്റെ ആൻസർ എന്താണ്? വേർ ഡിഡ് യു ലീവ് എന്ന് ചോദിക്കാമല്ലോ. വേർ ഡിഡ് യു ലീവ് എന്ന് ചോദിക്കാം. പിന്നെ അടുത്തത് ദ ജങ്ക് കളക്ടർ. ഐ ഡോണ്ട് നോ വെദർ ഐ ടുക്ക് യുവർ ഷൂസ് ഫ്രം ദർ. പിന്നെ വുഡ് യു മൈൻഡ് മൈ ചെക്കിംഗ്. വുഡ് യു മൈൻഡ് മൈ ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഡീന്റെ ആൻസർ. നോ ഐ ഡോണ്ട് മൈൻഡ് യുവർ ചെക്കിംഗ്. ഐ ലെഫ്റ്റ് സം ജങ്ക് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് മൈ ഹൗസ്. യു ഹാഡ് ബെറ്റർ ചെക്ക് ഇറ്റ്. യു ഹാഡ് ബെറ്റർ ചെക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് പറയാണ്. അടുത്തത് 36ാമത്തെ ചോദ്യമാണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്ട് പൊസിഷൻ ഇൻ ഈച്ച്. നൗൺ ഫ്രേസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.
നമുക്ക് ആദ്യത്തെ സെന്റൻസ് എന്താ? The life of Vanka represents the plight of orphans around the world. ഇതില് noun in subject position എന്ന് പറയുമ്പോൾ എന്താണ്? The life of Vanka എന്ന് പറയുന്നതാണ് നമ്മുടെ noun phrase. Okay. ഇനി അടുത്തത് ബി എന്താണ്? The fierce battle between the mongoose and the cobra was keenly watched by the boy. അതില് noun phrase ഏതാണെന്ന് വെച്ചാൽ the fierce battle between the mongoose and the cobra. ഇതാണ് correct answer.